Question number 7. Draw the isometric view of a triangular prism resting vertically on a circular disc with the axes of both the solids coinciding each other. The triangular prism is having a base edge of 30 mm and height 50 mm. The circular disc is of 60 mm diameter and 40 mm thick. Assume that one of the base edges of the triangular prism is parallel to VP, which is nearer to it, and the combination of the solid is lying on the ground on one of the end faces of the circular disc. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചത്, പ്രൊജക്ഷൻ അല്ല. രണ്ട് ക്വസ്റ്റിനും ഐസോമെട്രിക് വ്യൂ ആണ്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിലിൻ്റെ ആവശ്യമില്ല. സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കുലർ പ്രിസം റെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കോമ്പിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇതിൽ ഈ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ പൊസിഷനൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ പൊസിഷൻ തരേണ്ട ആവശ്യമില്ല. ഐസോമെട്രിക് പൊസിഷൻ ആകുമ്പോൾ വ്യൂ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പൊസിഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കുലർ ഡിസ്ക്കാണ് ബോട്ടം സോളിഡ്. അതിൻ്റെ ഡയമീറ്റർ ഈക്വൽ ടു 60 mm എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് 40 mm ആണ്. ടോപ്പ് വ്യൂവിൽ സർക്കിൾ കിട്ടും, ഫ്രണ്ട് വ്യൂവിൽ റെക്റ്റാങ്കിൾ കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ വരുന്ന ട്രയാങ്കുലർ പ്രിസം, ആ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ട്രയാങ്കിളും ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിളാണെന്ന് നമുക്കറിയാം. ഇത് കുറച്ച് പേരോട് ട്രയാങ്കുലർ പിരമിഡ് വരച്ച് പോയിട്ടുണ്ട്. ട്രയാങ്കുലർ പ്രിസം ട്രയാങ്കിൾ എന്ന് കാണുമ്പോൾ അറിയാതെ ഇവിടെ ട്രയാങ്കിൾ വരച്ചു പോകുന്നതാണ്, അതനുസരിച്ച് അത് മാർക്ക് കുറയും. ഇവിടെ ട്രയാങ്കുലർ പ്രിസം ബേസ് എഡ്ജ് പാരലൽ ടു വി പി എന്ന് തന്നിരിക്കുന്നു, അത് നിയറർ ടു വി പി എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ എഡ്ജ് എക്സ് വൈ ലൈന് പാരലായിട്ട് വരയ്ക്കണം. ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുന്നേക്കാൾ നല്ലത് ഈ ട്രയാങ്കിൾ വരച്ച് അതിൻ്റെ സെൻറ്റർ കണ്ടെത്തി അതിനബൌട്ട് സർക്കിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം സർക്കിൾ കണ്ടെത്തി സെൻറ്റർ കണ്ടെത്തിയിട്ട് അതിനുശേഷം ഈ ട്രയാങ്കിൾ ഇതിനബൌട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് പാരലൽ ടു എക്സ് വൈ ലൈൻ, കാരണം അത് പ്രോബ്ലത്തിൽ തന്നതുകൊണ്ടാണ്. യൂഷ്വലി ഐസോമെട്രിക് പൊസിഷൻ്റെ പ്രോബ്ലത്തിൽ ഈ ബേസ് എഡ്ജിൻ്റെ പൊസിഷൻ തരാറില്ല. എക്സ് വൈ ലൈന് പാരലാണ്, എക്സ് വൈ ലൈൻ നിയറാണ്. കുറച്ച് പേരോട് ഇവിടെ വരച്ച് വരുന്നുണ്ടാവും എക്സ് വൈ ലൈന് പാരലായിട്ട്. അത് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. എഡ്ജ് ഹെവി ആയിട്ടുണ്ടാവും. ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ കിട്ടും. അങ്ങനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞാൽ 4 മാർക്സ് ആണ് കിട്ടാറുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് 30 ഡിഗ്രി ലൈൻസ് വരച്ചിട്ട് ഫസ്റ്റ് ഈ 1 2 3 4 റോംബസ് സിലിണ്ടറിക്കൽ ഡിസ്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നു. 4 സെൻറ്റർ മെത്തേഡ് യൂസ് എലിപ്സ് വരയ്ക്കുന്നു. അതിൻ്റെ ഹൈറ്റ് 40 ആണ്. 40 ഹൈറ്റ് കൊടുത്തിട്ട് വേറെ റോംബസ് വരയ്ക്കുന്നു. അതിലും 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുന്നു. ട്രയാങ്കുലർ പ്രിസം അത് ഇതിലേക്ക് കൊണ്ടുവരണം. ഞാനിവിടെ 2 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലൈൻ 1 2 ഫേസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ എ സി, ഇവിടെ കാണുന്ന എ സി പാരലൽ ടു വി പി ആൻഡ് നിയറർ ടു വി പി കണ്ടീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. A56C എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിളിനെ അതിൻ്റെ റോംബസിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ PA ഡിസ്റ്റൻസും 5P ഡിസ്റ്റൻസും സെയിം അല്ല. ഞാനിവിടെ ഓപ്സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഈ 1P ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിലേക്ക് PAയും 5Pയും ഡിസ്റ്റൻസ് എടുക്കുകയാണ് ചെയ്തത്. 1/4 പാരലാണ് PP എന്ന് പറയുന്ന ലൈൻ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ 2 ലൈനും വരയ്ക്കുക. ആ 2 ലൈനും ഇവിടെ വരച്ചിട്ട് ഈ A പോയിൻ്റ് കാണുക. അതേപോലെ ഈ ലൈനും ഇവിടത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ 5 രണ്ടും സെയിം ആണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ഈ ട്രയാങ്കിളിൻ്റെ റോംബസ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് AC ആൻഡ് B മാർക്ക് ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് 50 mm ആണ്. ഓരോ പോയിൻറ്റിനും 50 mm മുകളിലോട്ടേക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് എൻഡ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ABC കിട്ടും. ഇത് തന്നെ ഇവിടെ ബോക്സ് വരച്ചിട്ടും ചെയ്യാം. ഈ 5AC6 ഇതിന് 40 ഹൈറ്റ് കൊടുത്തിട്ട് ഈ സെയിം റോംബസ് മുകളിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലും ABC പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ എഡ്ജ് പാരലൽ ടു വി പി നിയർ ടു വി പി ഈ കണ്ടീഷൻ തന്നില്ലെങ്കിൽ ജസ്റ്റ് ഇത് വരച്ചാൽ തന്നെ മതി. കാരണം നമുക്കത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഫ്രണ്ട് വ്യൂ എടുക്കാം. ഇനി ഞാനിവിടെ പോയിൻ്റ് 2 ഫിക്സ് ചെയ്തുകൊണ്ട് ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുക്കുന്നു. ഇത് ടോപ്പ് വ്യൂ, ഇത് റൈറ്റ് സൈഡ് വ്യൂ, ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ്, ഈ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് AC പാരലൽ ടു വി പി ആൻഡ് നിയറർ ടു വി പി. പോയിൻ്റ് 1 എടുത്തിട്ടാണ് 30 ഡിഗ്രി ലൈൻസ് വരച്ചതെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രണ്ട് വ്യൂ.
അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ഒന്നും യൂഷ്വലി നമ്മൾ മാർക്ക് ചെയ്യാറില്ല, കാരണം ഇത് കണ്ടീഷൻ തരാത്തതുകൊണ്ട്. 9 മാർക്സ് ഫോർ ഫസ്റ്റ് സോളിഡ് ആൻഡ് സെക്കൻഡ് സോളിഡ്. അത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞാൽ ഇതിന് 4 മാർക്ക് കിട്ടും. ഈ 9ൽ നിന്ന് 7+7. ഓക്കെ, 2 മാർക്സ് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷൻ. ഇങ്ങനെയാണ് യൂഷ്വലി ആൻസർ കീ വരാറുള്ളത്. ഇവിടെ ട്രയാങ്കുലർ പ്രൊജക്ഷൻ വരും, ട്രയാങ്കുലർ പിരമിഡ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഈ 4 മാർക്കിൽ 2 മാർക്ക് തരാൻ പറ്റും. ഇവിടെ 7 മാർക്സ് കിട്ടും. അപ്പം എനിവേ 50% മാർക്ക്, അതായത് 10 to 12 റേഞ്ചിൽ മാർക്ക് കിട്ടും. സിലിണ്ടറാണ് വരച്ച് തെറ്റിപ്പോയെങ്കിൽ അതേപോലെ 50% മാർക്ക് നമുക്ക് കിട്ടും. ഇവിടെ എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു പോയി, കുഴപ്പമില്ല, ഇവിടെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്താൽ മതി. കാരണം എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട് വരച്ച് കഴിഞ്ഞാലും ഐസോമെട്രിക് ക്ലിയർ ചെയ്താൽ മതി. അങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരച്ച് കഴിഞ്ഞാലും ഇതേ 3D തന്നെയാണ് കിട്ടുക. ആ വ്യൂയിങ് ഡയറക്ഷൻ മാത്രമേ നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ച് പേർക്ക് കൺഫ്യൂഷനും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തത്.